ഗൈസ്, വെൽക്കം ടു ഫ്ലൈ വിത്ത് ഷൈ. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് ബിഗ് ബോസ് ഹൗസിലുള്ള എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കാണാൻ പോകുമോ ഇന്ന്. സോ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പൊ ഞങ്ങള് 3 പേരും കൂടിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. എന്താണെന്ന് പറയാനുള്ള അമ്മ, എക്സൈറ്റഡ് ആണോ? അയ്യോ, എനിക്ക് ബിഗ് ബോസിൽ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിൽ ഒരാളായിരുന്നു ജിസേൽ. ഞാൻ ജിസേൽ മോളെന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ജിസേലിനെ കാണാൻ വേണ്ടിയിട്ട് പോകുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിസേലിനെ. ഫസ്റ്റ് എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഒരു ക്യൂട്ട്നെസ് അല്ലേ ജിസേല്. നല്ല എന്താ പറയുന്നത്, ആ സ്വഭാവത്തിൽ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഞാനൊരു സ്പെഷ്യൽ സാധനമൊക്കെ ഉണ്ടാക്കി, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം കൊണ്ടാണ് ഞാൻ പോകുന്നത് ജിസേലിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് എന്താന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരൂ ഗൈസ്. ഞാൻ ആ വീഡിയോ ഇപ്പം നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ജിസേൽ മോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജിസേലിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ചുമ്മാ അങ്ങ് പോയാൽ പോരല്ലോ, എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം ജിസേൽ വെജാണ്. അപ്പം ഞാൻ ശൈത്യക്ക് എപ്പോഴും ഒരു വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഇത് വെച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് ജിസേലിന് ഇത് വെച്ചിട്ടുള്ളൊരു നല്ല കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പോവാണ്. കഴിക്കുമോ എന്തോ നമുക്ക് നോക്കാം. ഇത് മറ്റേ എന്തോ പാളയംകോടൻ്റെ കൂമ്പ. ചില കൂമ്പ് വെച്ചിട്ടേ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ഈ പരുവാക്കി കളഞ്ഞു. അത് ശൈത്യയാണായിരുന്നെങ്കിൽ അവളങ്ങനെ കുഴപ്പമാണ്, അവള് മുടി ചീകി കൊടുക്കത്തില്ല. അങ്ങനെ ദേഹം മൊത്തം കെട്ട് വീണു. ഈ രോമം, നല്ല രോമമുള്ള ഷിറ്റ്സും അല്ലേ, അപ്പോൾ അത് കെട്ട് വീണിട്ട് അവൻ്റെ രോമം എല്ലാം ഡ്രിം ചെയ്ത് കളഞ്ഞു. പാവം എൻ്റെ കുഞ്ഞിനെ ഈ പരുവാക്കി കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഉടുപ്പൊക്കെ ഉടുപ്പിടിച്ചിരിക്കുക. കുഞ്ഞിപ്പോ ഒരു പാവം കുഞ്ഞാടി, പൊന്നു പാവം കുഞ്ഞാ. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. നമ്മൾ ജിസൈലിനെ കാണാൻ പോണം, പിന്നെ ഒനീൽ ചേട്ടനെ കാണാൻ പോണം, ഒനീൽ ചേട്ടൻ്റെ മമ്മീനെയും വീട്ടിലൊക്കെ പോകണം. പിന്നെ അതേപോലെ തന്നെ ഒരു ബൊട്ടീക്കിൽ പോകാനുണ്ട്. സോ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്ലോ ദി ഡിസൈനർ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ബൊട്ടീക്കിലാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ട്രയൽ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, ഒരുപാട് അടിപൊളി ട്രഡീഷണൽ ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെഡ്ഡിങ് കൈൻഡ് ഓഫ് ഡ്രസ്സസ്, എല്ലാ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും ഇവർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഞാൻ ട്രയൽ ചെയ്ത് നോക്കി, പക്ഷെ ഒരെണ്ണം ഞാൻ ഫിക്സ് ചെയ്തു. അപ്പോൾ ആ ഔട്ട്ഫിറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ ഞാൻ വഴിയേ പറയുന്നതായിരിക്കും. നമ്മളുടെ ബിഗ് ബോസിൽ വേണ്ടിയിട്ടാണ് ആ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടു, അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഡ്രസ്സ് മാറ്റി, ജിസേലിനെ കാണാൻ പോകുമ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടു. അതിനുശേഷം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിലൊന്ന് ജസ്റ്റ് കയറി, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കണം. അതിനുശേഷം നമ്മൾ ജിസേലിനെ കാണാൻ പോകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് സിലോൺ ബേക്സിലാണ്. എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറയാം കൊച്ചിയിൽ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമുക്ക് ജിസേലിനെ കാണാൻ വേണ്ടി പോകാം. എനിക്ക് അറിയില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ജിസേലിനെ കാണാൻ പോകുമ്പോൾ വെറുതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ഈ ഒരു ഫ്ലവറൊക്കെ വാങ്ങി ജിസേലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ഹയാത്തിലെത്തി. സോ കാൺ വെയിറ്റ് ടു സീ ഹർ. അപ്പോൾ നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്. പറ്റുന്നില്ല അല്ലേ? I just had avocado toast. പറ്റുന്നില്ല, പക്ഷേ വെയിറ്റ് ലൂസ് ആയി കുറേ അല്ലേ? എനിക്ക് 7 kg കുറഞ്ഞു. 7 kg
വെച്ചല്ലേ അപ്പൊ ഓ ഇതെന്താ അട ഉണ്ണിയപ്പം അല്ല കട്ട്ലി. ഓ വെജ് കട്ട്ലേറ്റ്. ആ ഇവിടെ ഞങ്ങൾ രണ്ടുപേര് കട്ട്ലറ്റ് വെജിറ്റേറിയൻ ആണ്. ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു. ഇച്ചിരി ഇല്ല വേണ്ട ഇച്ചിരി. ഇച്ചിരി കഴിക്കണേ. ഹായ് പറ ഒരു സെക്കൻഡ്. വ്ളോഗാ. so happy to see you Shaitya. താങ്ക് യു. കണ്ട ബാർബി ഡോൾ. so are you so happy to see you. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാനായിട്ട്. I was also excited to see you. അകത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ പറ്റിയില്ല, പക്ഷെ ഇവിടെ ആകാം. നോക്ക്. അയ്യോ ഇന്ന് നല്ല അടിപൊളി ദിവസം. അടിപൊളി ഡേ ആണ്. നീ ലേറ്റ് വന്നു. പോയിരിക്കുകയാണ് അവിടെ ഒരു തിയേറ്റർ ഫെസ്റ്റിവലുമായിട്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഞങ്ങൾ ആക്ച്വലി തിയേറ്റർ എന്ന് പറഞ്ഞ മൂവിയുടെ പ്രീമിയർ ഷോയ്ക്ക് വന്നതായിരുന്നു. സോ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ അച്ഛനും അമ്മയും പിന്നെ ജിസേലിൻ്റെ മമ്മിയും എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ എൻ്റെ ഫേവറേറ്റ് ആൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. സോ നമുക്കിനിയും ആരാണെന്ന് കാണാം ഗൈസ്. ഹായ് ഹലോ. എന്തുവാ ഇതൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാരോടും ഞാൻ പറഞ്ഞു 2 പേരെ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്, കമന്റ് ബിലോ എന്നൊക്കെ പറഞ്ഞു. കാണാൻ അത്ര ഭംഗിയില്ല. വീഡിയോയാ നീ വേണ്ട, ഇനി ഇത് മതി എനിക്ക് മോളായിട്ട്. അതെപ്പോഴും പറയും, എപ്പോഴും പറയും വീട്ടിലിരുന്ന്. മറ്റേ ഇതെല്ലാം മുക്കിക്കൊന്നു. ശൈത്യയുടെ ഫുള്ളി എവിടെ ഞാൻ വഴക്കുണ്ടാക്കുമ്പോ പറയാം. ഒരു മിനിറ്റല്ലേ വീഡിയോ എടുക്കും. എന്നാ വഴക്കുണ്ടായോ അല്ലേ? ഉണ്ടല്ലോ ബിന്നിയുണ്ടല്ലോ പാക്കറ്റ് പാൽ വരത്തില്ലായിരുന്നോ? അത് വരത്തില്ലായിരുന്നു മമ്മി. കൊറിയൻ സീരീസിലെ വില്ലൻ ഒരാളാണ്. നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇന്ന് അടിപൊളിയായിട്ട് ഡേ സ്പെൻഡ് ചെയ്തു. ബ്യൂട്ടിഫുൾ ഡേ we spent and these are the flowers. We are also shining. അപ്പോൾ ഇനി നമുക്ക് നാളെ നാളെ വരുന്നുണ്ട്. നാളെ കാണാം. നാളെ അടിച്ചു പൊളിക്കാം. ബൈ ബൈ. സോ ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ് ഗൈസ്, ജിസേലിനെ മീറ്റ് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത വ്ളോഗ് നമുക്ക് നാളെ കാണാം. ബൈ.